നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ബാലക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണം ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ക്യാമ്പിൽ വ്യോമസേന ആക്രമണം നടത്തിയതെന്ന് ഇപ്പോഴും സംശയാസ്പദമാണ്. എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വന്നിരിക്കുകയാണ്. ബാലക്കോട്ടിലെ ക്യാമ്പിൽ ഭീകരർ ഉണ്ടെന്ന് മൊബൈൽ ഫോണിന്റെ നെറ്റ്വർക്കിലൂടെയാണ് മനസ്സിലാക്കിയത്. 300-ലധികം മൊബൈൽ ഫോണുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നതായി ടെക്നിക്കൽ ടീം കണ്ടെത്തിയിരുന്നു. ഇന്റലിജൻസ് ഏജൻസികളുടെ ടെക്നിക്കൽ ടീമാണ് ഭീകര ക്യാമ്പിൽ നിരീക്ഷണം നടത്തിയത്. ഭീകരർ ക്യാമ്പിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ടാണ് ആക്രമണം നടത്തിയത്. അതുകൊണ്ടാണ് ആക്രമണത്തിൽ 300-ലധികം പേർ കൊല്ലപ്പെട്ടതായി ആദ്യഘട്ടത്തിൽ തന്നെ റിപ്പോർട്ട് വന്നത്. നാഷണൽ ടെക്നിക്കൽ റിസർച്ച് ഓർഗനൈസേഷനാണ് ക്യാമ്പിൽ നിരീക്ഷണം നടത്തിയത്. വ്യോമസേനയ്ക്ക് തിരിച്ചടിക്കാൻ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഇവർ നിരീക്ഷണം ആരംഭിച്ചത്. 2 ദിവസത്തിലധികം നിരീക്ഷണം നടത്തിയെന്നാണ് റിപ്പോർട്ട്. ഇവിടെ ഭീകരർ ഉണ്ടെന്നും മൊബൈൽ ഫോണുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും വ്യക്തമായിരുന്നു. തുടർന്ന് ആക്രമണം നടത്താൻ വ്യോമസേന തീരുമാനിക്കുകയായിരുന്നു. മറ്റ് ഇന്റലിജൻസ് ഏജൻസികളും ഇവരോടൊപ്പം ചേർന്നിരുന്നു. അതേസമയം ആക്രമണത്തിൽ എത്ര പേർ കൊല്ലപ്പെട്ടെന്ന് ഇപ്പോഴും സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല. പാകിസ്ഥാൻ നിഷേധിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യം ഇന്ത്യ തന്നെ പുറത്തുവിടേണ്ടി വരും. അതേസമയം വ്യോമസേനാ മേധാവി BS ധനോവ എത്ര പേർ കൊല്ലപ്പെട്ടെന്ന് അറിയില്ലെന്നും അത് സർക്കാരാണ് വെളിപ്പെടുത്തേണ്ടതെന്നും പറഞ്ഞിരുന്നു. നേരത്തെ വിദേശകാര്യ സെക്രട്ടറി വിജയ് ഗോഖലെ ആക്രമണം സ്ഥിരീകരിച്ചിരുന്നു. നിരവധി ഭീകരർ കൊല്ലപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞിരുന്നു. പ്രതിപക്ഷം എത്ര പേർ കൊല്ലപ്പെട്ടെന്ന് തെളിവ് ചോദിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം.